ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക്. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഈ വർഷത്തെ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പ് ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് ഹജ്ജ് തീർത്ഥാടക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ ലഗേജിന്റെ ഭാരത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെയും മിനിഞ്ഞാന്നുമായി നിങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നു, ലഗേജിൻ്റെ കുറക്കേണ്ട ആവശ്യം. അതിന് കാരണം ലഗേജ് കുറക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞതിന് കാരണം, അല്ലെങ്കിൽ നമുക്ക് 15 ഹജ്ജാജിമാരെ ഓഫ്ലോഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഓഫ്ലോഡ് ചെയ്യപ്പെടുന്ന 15 ഹജ്ജാജിമാർ പിന്നീട് അത് 180 ആവുമ്പോൾ മാത്രമേ അവർക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ കഴിയൂ. അതൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു യാത്ര ആഗ്രഹിച്ച് നമ്മുടെ നെയ്യത്തിൽ യാത്രക്ക് ഒരുങ്ങി നമ്മൾ വന്നപ്പോൾ ആ യാത്ര ആ ദിവസം തന്നെ നടക്കണം എന്നതുകൊണ്ടാണ് ലഗേജ് കുറക്കാൻ നിങ്ങളോട് പറഞ്ഞത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തവണ ഒരു യുദ്ധഭീഷണിയിലാണ് ഹജ്ജ് നടക്കുന്നത്. ഇതിനു മുമ്പ് കോവിഡായിരുന്നു നമുക്ക് ഭീഷണി, ഇത്തവണ ഹജ്ജ് ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലഗേജ് കുറക്കാൻ കാരണം, അല്ലെങ്കിൽ ഭാരം കുറക്കാൻ കാരണം, അഥവാ ഒരു മണിക്കൂറിലധികം നമുക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നാൽ ആവശ്യമുള്ള ഇന്ധനം സ്റ്റോക്ക് ചെയ്യാൻ വേണം. അതുകൊണ്ട് യാതൊരു ഭയപ്പാടും എനിക്ക് വേണം. പലതും പല വാർത്തകളും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ വിവരങ്ങൾ മുമ്പോട്ട് പറയും. പക്ഷേ നമ്മുടെ അതിർത്തികളെല്ലാം തന്നെ സുരക്ഷിതമാണ്. നമ്മുടെ വ്യോമപാത ഒരു തകരാറുമില്ല. നിങ്ങൾ പറയുന്ന പോലെ തന്നെ 5.5 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിച്ചേരും. ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പി അബ്ദുൽ ഹമീദ് MLA മുഖ്യ അതിഥിയായിരുന്നു. ആദ്യ സംഘത്തിലെ സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർക്കുള്ള ബോർഡിംഗ് പാസ് അഹമ്മദ് ദേവർകോവിൽ MLA കൈമാറി. TV ഇബ്രാഹിം MLA തീർത്ഥാടകർക്കുള്ള യാത്രാരേഖകൾ കൈമാറി. അഡ്വക്കേറ്റ് PTA റഹീം MLA, സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ K ഉമർ ഫൈസി മുക്കം, അഡ്വക്കേറ്റ് P മൊയ്തീൻകുട്ടി, MS അനസ് ഹാജി, OV ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊണ്ടോട്ടി.